ഹലോ, ഇന്ന് ഞാനൊരു ഗോൾഡിന്റെ കഥയായിട്ടാണ് വന്നേക്കുന്നത്. ഈ ഗോൾഡ് എങ്ങനെയൊക്കെയാണ് അപ്രിഷ്യേറ്റ് ആയേക്കുന്നതെന്ന് അത് പലരും പലയിടത്ത് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ കഥയിലൂടെ പറയുമ്പം എനിക്ക് നല്ല റിലേറ്റബിൾ ആയിട്ട് തോന്നുന്നു. 1996 എൻ്റെ വിവാഹം കഴിഞ്ഞതെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ആ സമയത്ത് ഒരു മാരുതി 800 തന്നിരുന്നു, എൻ്റെ അച്ഛൻ വാങ്ങിച്ചു തന്നിരുന്നു. ആ മാരുതി 800 വാങ്ങിക്കാനുള്ള വിലയ്ക്ക് 1995-96 ആ ടൈമിൽ 100 പവൻ്റെ അടുത്ത് നമുക്ക് ഗോൾഡ് വാങ്ങിക്കാനുള്ള പൈസയാണ് അത്രയും ആ മാരുതി 800-ന് വരിക. അപ്പോൾ അതൊരു ഹ്യൂജ് എമൗണ്ട് ആണ് അല്ലേ നമ്മളവിടെ മാറ്റിയത്. അതേസമയം അത് ആ കാറ് എന്ന് പറയുന്നത്, അതായത് ഈ കാർ അത്യാവശ്യമായിരുന്നു, അതൊരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. പക്ഷേ അത് വാങ്ങാതെ ആ ഗോൾഡാണ് വാങ്ങിയിരുന്നതെങ്കിൽ, ഇപ്പം പോയ ബുദ്ധി ആന പിടിച്ചാൽ കിട്ടില്ല എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഞാനത് കഴിഞ്ഞു പോയതിനെ പറയുന്നതല്ല. ഐ എം ജസ്റ്റ് കമ്പയറിങ് ദി എന്താ പറയുക, ഗോൾഡ് പ്രൈസ്, ഹൗ ഇറ്റ് ഹാസ് what you say, it is like gone up in years. അപ്പൊ കാറുകളുടെ വില വെച്ചിട്ടാണ് എല്ലാവരും അതിൽ പറയണം. അത് അങ്ങനെ ഒരു ഇത് പറയുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് 2000 ആയപ്പോഴേക്കും ഒരു മാരുതി എസ്റ്റീമിന്റെ വിലയായി. അപ്പോൾ ഒരു 100 പവൻ അങ്ങോട്ട് കൊടുത്ത ഒരു എസ്റ്റീം കാറ് കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് നാളും കൂടെ കഴിഞ്ഞപ്പോൾ അടുത്ത ലെവലിലുള്ള കാറിന്റെ പിന്നെ വന്നിട്ട് ഇപ്പൊ ഈ 2000 ഒക്കെ വന്നപ്പോഴേക്കും ഒരു ഇന്നോവ ക്രിസ്റ്റ വാങ്ങിക്കാനുള്ള പണമായി 100 പവൻ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ. പിന്നെ ദാ ഇപ്പോ നമ്മൾ വന്ന് നിൽക്കുന്നത് ഒരു BMW വാങ്ങിക്കാനുള്ള പണം ഈ 100 പവന്. അപ്പം അന്നത്തെ ആ സമയത്ത് അച്ഛനമ്മയ്ക്ക് എത്ര കഷ്ടപ്പെട്ട് ചിട്ടികൂടി അവരുടെ ഒരുപാട് കഷ്ടങ്ങളൊക്കെ സഹിച്ചാണ് എനിക്ക് അന്ന് ആ ഗിഫ്റ്റ് തന്നത് കേട്ടോ. അപ്പൊ ഇപ്പൊ എല്ലാരും ചോദിക്കും, ചേച്ചി എന്തിനാ ഗിഫ്റ്റ് എടുക്കാൻ പോയതെന്ന്. ഞാനൊരു വണ്ടിയായിരുന്നു, അതുകൊണ്ട് എനിക്ക് അങ്ങനെ വേണമോ ഭയങ്കര ഗമയിലൊക്കെ നടന്നു. പക്ഷെ അത് എനിക്ക് ഉപകാരമായിട്ടോ. ഞാൻ കോടതിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയപ്പോൾ ചെന്നൈ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കോടതിയാണെങ്കിൽ പിന്നെ അങ്ങ് പോകണം വേറെ ഒരു കോടതിയിലേക്ക്. അപ്പോൾ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂട്ട് ചെയ്യാനൊക്കെ അത് വളരെ ഹെൽപ്ഫുള്ളായി. പെട്രോളിന് ഞാൻ അന്ന് ഓടിക്കുമ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, 1 ലിറ്റർ പെട്രോൾ 11 റുപ്പീസ്, 10 റുപ്പീസ് 11 റുപ്പീസാണ് ഫസ്റ്റ്. ഇന്ന് എവിടെ നിൽക്കുന്നു അല്ലേ, എല്ലാം 10 ഇരട്ടി. അതുകൊണ്ടാണ് ഈ ഗോൾഡ് കുറേശ്ശെ കുട്ടികളിപ്പം പറയും, അയ്യോ ചേച്ചിക്ക് എന്തിനാ ചേച്ചി ഗോൾഡ്. അത് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് ആട്ടോ ഞാൻ പറയണേ. അത് ഹെഡ്ജ് ചെയ്തോളും. അത് വന്നിട്ട് ഹെഡ്ജിങ് ഇഫക്റ്റ് എന്ന് പറയില്ലേ. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ഈ പറഞ്ഞ പോലെ എപ്പോഴും അത് ഇങ്ങനെ ഈ ഇൻഫ്ലേഷൻ റേറ്റിനെ, അതായത് നാണ്യപ്പെരുപ്പത്തിനെ ബീറ്റ് ചെയ്യുന്ന ഒരു ലോഹമാണ് ഗോൾഡ്. ബാക്കിയുള്ളതിനൊന്നും അത്ര ഇതില്ല, അത്ര സ്വീകാര്യതയും ഇല്ല. അപ്പൊ ഈ ഗോൾഡ് വാങ്ങിച്ചു വെക്കുന്ന പ്രാധാന്യം പറഞ്ഞല്ലോ. പണ്ടത്തെ ആളുകൾ, പണ്ടത്തെ അമ്മൂമ്മമാരുടെ ഒക്കെ കയ്യിൽ എന്തെങ്കിലും ഒരു കുറച്ചെങ്കിലും കാണും. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയ മാല പണയം വെച്ചിട്ടാണ് എൻ്റെ അച്ഛൻ ഇവിടെ പോയത്. ഇന്റർവ്യൂ കോൾ ലെറ്റർ വരുമല്ലോ PSCയുടെ, അച്ഛൻ LD ക്ലർക്കായിട്ടാണ് ജോയിൻ ചെയ്തതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ സെക്രട്ടേറിയറ്റിൽ. അപ്പോൾ ആ കോൾ ലെറ്റർ വന്നപ്പോൾ അച്ഛൻ്റെ കയ്യിൽ പണമില്ലായിരുന്നു. ഈ അമ്മയുടെ ഈ ആഭരണം കൊണ്ടുപോയി, ആകെ കയ്യിലുള്ള പൊന്ന് കൊണ്ടുപോയി പണയം വെച്ചിട്ടാണ് അച്ഛൻ അത് ഇവിടെ ജോയിൻ ചെയ്യാൻ പോയതെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടില്ലേ, ആ സമയത്ത് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ ഇത്രയും ലാൻഡ് ഉണ്ട്, അതുണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ. അതേപോലെ തന്നെ പല പഴയ കാലത്തെ ഈ കണ്ണകിയുടെ പ്രതികാരം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? കണ്ണകിയുടെ ചിലപ്രതികാരം എന്ന് പറഞ്ഞിട്ട്, ചിലമ്പ്, അതായത് ഒരു വലിയ വീട്ടിലെ ലേഡി ആ ചിലമ്പ് സൂക്ഷിച്ചു വെച്ചിട്ട് ഹസ്ബൻഡിന് വിൽക്കാൻ കൊടുക്കുകയാണ്. അപ്പൊ ആ ചിലമ്പ് പോലത്തെ ചിലമ്പ് ഉണ്ടായിരുന്നത് റാണിമാർക്ക് മാത്രമായിരുന്നു അത്രേ. ഈ പ്രഭു കുടുംബത്തിൽ ഈ ലേഡിയുടെ അടുത്ത് ഉണ്ടായിരുന്നിരിക്കാം. പിന്നീട് അവരെ ക്ഷയിച്ചു പോയപ്പോഴും അവരത് സൂക്ഷിച്ചു വെച്ചിരുന്നു ഭർത്താവിന് കൊടുക്കാനായിട്ട്. അത് അന്നത്തെ അത് വായിച്ചു നോക്കിയാൽ അറിയാം. അതിൻ്റെ ആ ഒരു എന്താ പറയുക ഇഫക്റ്റ് നമ്മുടെ കയ്യിലുള്ള ഒരു ഭയങ്കര എന്താ പറയുക കരുത്താണ് ഈ പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് ഈ സ്വർണം എന്ന് പറയുന്നത് അല്ലേ. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരും കുറേശ്ശെ ഓരോരോ ഗ്രാം വെച്ചിട്ട് വാങ്ങിക്കുക.
പിന്നെ ഈ ഷെയർസും എല്ലാത്തിലും ഈക്വൽ ആയിട്ട് ബാലൻസ് ആയിട്ട് ചെയ്യണം കേട്ടോ. ഇപ്പൊ ഒരുപാട് പേര് എന്നെ കേൾക്കുന്നവർ ഒരുപാട് ഫിനാൻസ് ഗുരുക്കന്മാരുണ്ട് ഇവിടെ. അവര് പറയുമല്ല ചേച്ചി അപ്പൊ ഞങ്ങളുടെ പണിയെടുക്കണം, അത്രയല്ല. എന്നെ കേൾക്കുന്ന അറ്റ്ലീസ്റ്റ് ഒരു 900 to 1000 പീപ്പിൾ ഓൾവേസ് ദേ ആർ ലിസ്ണിംഗ് ടു മൈ ടോക്സ്. സോ ഐ ജസ്റ്റ് വോണ്ട് ടു ടെൽ ദം അവരുടെ ആ ഹെഡ്ജിങ് ഇഫക്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഹസ്ബൻഡ്സിനെയും കാണിച്ചു കൊടുക്കാമല്ലോ, ഇതാ ഇങ്ങനെ ഇവർക്കൊക്കെ ഇങ്ങനെ ഇരിക്കണേ, കുറച്ച് മാറ്റട്ടെ, ഇവർക്കൊക്കെ ഇങ്ങനെ ഇത് ഹെൽപ്പായിട്ടുണ്ട് എന്ന് ഹസ്ബൻഡിന് പറയാമല്ലോ, ഹസ്ബൻഡിൻ്റെ അടുത്ത് നിങ്ങൾക്കും പറയാമല്ലോ അല്ലേ. സോ ദാറ്റ് ഈസ് വൈ ഐ എം ടെല്ലിങ് യു, പ്ലീസ് ഇൻവെസ്റ്റ് എ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് മണി, വാട്ട് എവർ ലിറ്റിൽ ബിറ്റ്. ഇപ്പം 1 ഗ്രാമിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിലും 6000 രൂപ വേണം അല്ലേ. ഇപ്പം ഈ സോവറിംഗ് ബോണ്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതിലൊക്കെ നിങ്ങൾ ഫെഡറൽ ബാങ്കിലൊക്കെ ഉണ്ട്, എല്ലാ ബാങ്ക്സിലും ഉണ്ട്. ഏതെങ്കിലും ഒരു ബാങ്കിൽ പോയിട്ട് ചോദിച്ചു നോക്കൂ, എന്നിട്ട് അതിൽ എടുക്കും. കാരണം വീട് വാങ്ങിക്കുക, അത് വാങ്ങിക്കുക, നിങ്ങൾ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം. അപ്പം ആദ്യം തന്നെ ജോലിയിൽ ചേർന്ന ആൾക്കാർക്ക് അത് പറ്റുന്നുണ്ടാവില്ല. അപ്പം അവർക്ക് കുറച്ച് മാറ്റി വെച്ച് ശീലിച്ചല്ലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കുറേശ്ശെ ചേർക്കാൻ പറയുന്നത്. പിന്നെ ഇത് ഒരു വശം. പിന്നീട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഹെൽത്തിലാണ് കേട്ടോ. ഹെൽത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞത് ശാരീരികമായിട്ടുള്ള ക്ഷമത വർദ്ധിപ്പിക്കണം. ഏതൊക്കെ വൈറ്റമിൻസ് ആണ് നിങ്ങൾക്ക് അത്യാവശ്യമുള്ളത്? 28 വയസ്സുകാർക്കും 27-28 വയസ്സുകാർക്കൊക്കെ നല്ല ഊർജം വേണം അല്ലേ. അപ്പം അവർക്ക് വേണ്ടുന്ന ആ ഊർജം കിട്ടാനുള്ള പരിപാടികൾ, അതിൻ്റെതായിട്ടുള്ളൊരു ഹൈ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. എന്ന് പറഞ്ഞാൽ 3 നേരം ബിരിയാണി മേടിച്ച് കഴിക്കരുതെന്ന് കേട്ടോ. എന്നാൽ ഡയറ്റിൻ്റെ പിന്നാലെ പാഞ്ഞ് ഇങ്ങനെ മെലിഞ്ഞും പോകരുത്. യു ഹാവ് ടു ഹാവ് ബാലൻസ്ഡ് ഫുഡ്. ഇത് ലൈഫിൻ്റെ ഒരു സ്കിൽ. ലൈഫ് എങ്ങനെയാണ് കുറച്ച് ഉയർത്തിക്കൊണ്ട് വരേണ്ടതെന്ന് എൻ്റെ അനുഭവത്തിലും ഞാൻ ഓരോ ടോക്സിലും കേൾക്കുന്നുണ്ട്, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ശരിയാണ്, നമ്മൾ എപ്പോഴും സപ്ലിമെൻറ്റ്സ് കൊടുത്തുകൊണ്ടിരിക്കണം. അതിൽ എൻ്റെ അമ്മ പറയേ, എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ പറയാം, അമ്മ വയസ്സാവുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് നിന്നുണ്ടെങ്കിൽ അമ്മ പറയണ, നിന്റെ സ്വഭാവമല്ലേ, നീ എന്ത് വരും അമ്മ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വരുന്ന ഈ ഒരു ഗുളിക, ഉച്ചയ്ക്ക് ലഞ്ച് ഇതാ ഈ ഒരു ഗുളിക, വൈകുന്നേരം ഈ ഒരു ഗുളിക, അങ്ങനെ പറയും. ഞാനിങ്ങനെ ഈ സപ്ലിമെൻറ്റ്സിനോട് കുറച്ചൊരു അട്രാക്ഷൻ ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ അമ്മയോട് എപ്പോഴും പറയുന്നത്. കാരണം എന്താണെന്നറിയാം, നമ്മുടെ ഫുഡിൽ നിന്ന് നമ്മൾ അത്ര അധികം ഭക്ഷണം കഴിക്കാത്ത ആളുകളാണെങ്കിൽ മേ ബി ചിലർ കഴിക്കണ്ടാവും. എനിക്ക് അത്ര വലിയ ഭക്ഷണപ്രിയല്ല ഞാൻ. അപ്പം ഞാൻ ഇങ്ങനെ ഭക്ഷണം കുറച്ച് കഴിക്കുന്നതായതുകൊണ്ട് അമ്മ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കുറച്ച് കഴിക്കുകയാണ്. ഞാൻ പറയാം, അമ്മ ഒരു അയൺ ടാബ്ലറ്റ് കഴിക്കൂ, ഫോളിക് ആസിഡ് കഴിക്കൂ, ഇങ്ങനെയൊക്കെ ഞാൻ പറയാറുണ്ട്. അപ്പം അമ്മയ്ക്ക് അത് കാരണം അമ്മയുടെ മനസ്സിൽ തന്നെ, നീ എന്നെ നോക്കാൻ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നീ ഉറപ്പായിട്ട് ഇങ്ങനെയായിരിക്കും എൻ്റെ അടുത്ത് പറയണേ, അമ്മ ഇത് കഴിച്ചോളൂ കേട്ടോ, അമ്മ ഇത്. അത് പക്ഷെ ഞാനൊരു ഫുഡിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടല്ല കേട്ടോ ഞാൻ പറഞ്ഞ്. അമ്മയുടെ അടുത്ത് ഞാൻ പറയായിരുന്നു, അമ്മ ഇത് കൂടെ കഴിക്കണം എന്ന്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഞാൻ എപ്പോഴും വിചാരിക്കുമായിരുന്നേ, എടാ ഇങ്ങനെ ഓരോരോ ഗുളിക ഓരോരോ ടാബ്ലറ്റ് രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ സുഖമായിട്ട് ഈ കുക്കും കുന്തോന്നും വേണ്ട. എനിക്കാണെങ്കിൽ കിച്ചണിൽ കയറി എപ്പോഴും ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമായിരുന്നു. സോ ദാറ്റ് ഈസ് വൈ ഐ ആം ടെല്ലിങ് യു, യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് യുവർ ഫിനാൻസ് ആസ് വെൽ ആസ് യുവർ ഹെൽത്ത്. ഇതൊക്കെ ഫൗണ്ടേഷനാണ് എന്തിന്? വെൽത്തിനും ഹെൽത്തിനും അല്ലേ. പിന്നെ അടുത്തത്, നിങ്ങൾക്ക് ഈ ഒരുപാട് ഇങ്ങനെ ഇൻഡൾജ് ചെയ്യണ സ്പ്ലേജ് ചെയ്യണ സ്വഭാവങ്ങളുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് പറയട്ടെ. അതങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് യു ഹാവ് ടു രാവിലെ തന്നെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഒരു മനസ്സിലൊരു കണക്കൂട്ടലുണ്ടായിരിക്കണം. ഞാൻ ഇന്ന് ഇത്രേ ചിലവാക്കുള്ളൂ, ഇതായിരിക്കണം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ചിലവാക്കുള്ളൂ. സപ്പോസ് ഇഫ് യു ആർ ഗോയിങ് ഔട്ട് സൈഡ് ആൻഡ് ഈറ്റിംഗ്, അതിൽ ഏറ്റവും നല്ലത് കുക്ക് യുവർ സെൽഫ് ആൻഡ് ഈറ്റ്. ഇപ്പം ഞാൻ പറഞ്ഞു ഒരുപാട് ഞാൻ കുക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞെങ്കിലും എപ്പോഴും ഞങ്ങൾ കുക്ക് ചെയ്യും കേട്ടോ. ഞങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് പറ്റുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഏതെങ്കിലും 1-2 ദിവസം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലത്തെ ഫുഡ് കഴിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഈ വീക്ക് ഡേയിൽ തന്നെ ഒരു ദിവസം എന്താന്ന് വെച്ചാൽ നമുക്ക് അപ്പം ഈ വീക്ക് ഡേയ്സ് പെട്ടെന്ന് അങ്ങ് പോവുകയും ചെയ്യും. നമ്മൾ സാറ്റർഡേ സൺഡേ നോക്കിയിരിക്കേണ്ട കാര്യമില്ല, എന്തിന് ഫുഡ് പുറത്തുനിന്ന് കഴിക്കാനൊക്കെ ആയിട്ട്. അപ്പം ഇത് ഒരു നല്ലൊരു പ്രവണതയാണ്. എന്തിനാണെന്നറിയോ? മൊണോട്ടണി കട്ട് ചെയ്യാൻ. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ലഞ്ച് ഔട്ടിങ്ങിനൊക്കെ പോകില്ലേ, അപ്പം അങ്ങനെയൊക്കെ പോയിട്ട് നല്ല ഫുഡ് നല്ല 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 റെസ്റ്റോറൻറ്റിലൊക്കെ പോയി നല്ല നല്ല എന്താ പറയുക സിഗ്നേച്ചർ ഫുഡ്സൊക്കെ എല്ലാവരും മേടിച്ചിട്ട് ഡിവൈഡ് ചെയ്ത് കഴിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, നമുക്ക് അതിൻ്റെ അത്രയും പൈസയാവുമെന്ന് തോന്നില്ല. അതിനെ ഞങ്ങൾ പണ്ട് പറയും
ലെറ്റ് us ഗോ ഡച്ച് എന്ന് പറയും. അത് പറയുന്നതിൽ യാതൊരു മടിയും വിചാരിക്കേണ്ട കേട്ടോ. അടുത്ത ടിപ്പാണ്, എല്ലാവരും പണിയെടുക്കുന്നതും തങ്ങളുടെ സമയം പൈസയ്ക്ക് വേണ്ടിയിട്ട്, സാലറിക്ക് വേണ്ടിയിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നതെല്ലാം ഫോർ മണിയാണ്. അപ്പോൾ ആ മണി നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു കൂട്ടർ മാത്രം അവരുടെ പേഴ്സും കാർഡും അനക്കാതിരിക്കുകയും നമ്മൾ മാത്രം കാർഡിൽ പേ ചെയ്യുന്നത് ശരിയല്ല. എന്താന്ന് വെച്ചാൽ നമ്മളെ പിന്നീട് ആ വിളിക്കുന്ന ആൾക്കാർ നമ്മളെ വിളിക്കാതെയാവും. അവർ പറയും ഓക്കെ ഇതെന്ന് പറയും, ശരി നമുക്ക് അടുത്ത ആഴ്ച പോവാം. നമ്മൾ പറയും ഞങ്ങൾ പോവാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതിനകത്ത് ഡച്ച് ഇട്ടില്ല, നമ്മൾ എന്താ പറഞ്ഞ വീതിച്ച് എടുത്തില്ല. ലെറ്റ് us ഗോ ഡച്ച് എന്ന് പറഞ്ഞത് ഇതിനു മുമ്പ് കേട്ടിട്ടുള്ളവർ താഴെ കമൻ്റ് അടിക്കുക, വാട്ട് ഡസ് ഇറ്റ് മീൻ. പിന്നെ കേട്ടിട്ട് മനസ്സിലായവർ എന്താണ് അതെങ്ങനെയാണ് ഈ ഡച്ച് എന്നുള്ള ലെറ്റ് us ഗോ ഡച്ച് എന്നുള്ള പ്രയോഗം വന്നത് എന്നോട് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. ഗൂഗിളിലുണ്ട്, അത് ഞാൻ അറിഞ്ഞുകൊണ്ട് പറയാത്തതാണ്. സോ ദാറ്റ് നോ യു വിൽ ഗോ ബാക്ക്. എനിക്ക് അറിയാൻ ചെയ്യാം ആരൊക്കെ അത് ലാസ്റ്റ് വരെ കേട്ടു എന്ന്. പിന്നെ യു വിൽ ഗോ ബാക്ക് ആൻഡ് റിസർച്ച് ഓൾസോ. സോ ദിസ് ഇസ് വൺ പോയിന്റ്. ഇതൊരു എറ്റിക്കറ്റ്, സോഷ്യൽ എറ്റിക്കറ്റിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. കാരണം യു ഷുഡ് നെവർ എവർ എന്താ പറയുക, മേക്ക് അതേഴ്സ് പേ യുവർ ഫുഡ്. നമ്മൾ ആവശ്യമില്ലാതെ ഒരു ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് വിളിക്കുന്നതും ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ആഘോഷത്തിന് വിളിക്കുന്നതും അതൊന്നും അല്ല ഞാൻ പറയുന്നത്. അതല്ലാതെ നെവർ എവർ അലൗ എനി വൺ ഓഫ് യുവർ കൊലീഗ്സ് ആകട്ടെ, ഫ്രണ്ട്സ് ആകട്ടെ, അവരെ കൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫുഡിന് അനാവശ്യമായിട്ട് പേ ചെയ്യിപ്പിക്കരുത്. ലെറ്റ് ഇറ്റ് ബി വൺ ഇളനീർ, കരിക്ക്, അതാണെങ്കിൽ പോലും ടെൻഡർ കോക്കനട്ട് കുടിക്കാനാണെങ്കിൽ പോലും ഇപ്പോൾ 50-60 രൂപയാകും അല്ലേ ഇന്ത്യയിൽ. ബാംഗ്ലൂരിലും ചെന്നൈയിലൊക്കെ അത്രയാണ്. സോ യു ഷുഡ് പേ. 4 പേര് കൂടി നിന്നിട്ട് ഒരാൾ വാ കുടിക്കാൻ പോവാന്ന് പറഞ്ഞാൽ അയാളുടെ മാത്രം അയാൾ പേ ചെയ്താൽ മതി. 4 പേരുടെയും അയാൾ പേ ചെയ്യേണ്ട ആവശ്യമില്ല. സോ വെൻ ഹി ഈസ് ഗിവിംഗ് ദ മണി, യു ഇമ്മീഡിയറ്റ്ലി ഗൂഗിൾ പേ ഹിം യുവർ ഷെയർ ഓർ അങ്ങനെ അപ്പം തന്നെ കൊടുക്കണം. അയാൾ ചോദിച്ചിട്ടില്ല എന്ന് വെച്ചിട്ട് കം ഓൺ ലീവ് ഇറ്റ് എന്ന് പറഞ്ഞാലും ശരി, യു ഹാവ് ടു. 10 രൂപയാണെങ്കിലും വേറൊരാളുടെ കയ്യിൽ നിന്ന് ഫ്രീ ലഞ്ച് പാടില്ല. ബിക്കോസ് അതിനും ഒരു സേയിങ് ഉണ്ട്, നോ ഫ്രീ ലഞ്ചസ് അവൈലബിൾ. അങ്ങനെയല്ല. അപ്പം അതിനെന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടാവും. ശരിയാണ്, ഫ്രണ്ട്സ് ഒക്കെ ചില സമയത്ത് ദേ വിൽ ഡു ഇറ്റ്. ബട്ട് അവരുടെ വീട്ടിലും ആൾക്കാരുണ്ട്, അവരും ദേ ആർ ഓൾസോ ഡിപ്പെൻഡിങ് അപ്പോൺ ദിസ് സാലറി എങ്കിൽ വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. കാരണം നിങ്ങളെ ആൾക്കാർ ഇത്തിൽ കണ്ണിയായിട്ട് കാണും. അങ്ങനെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ആദ്യമേ മുതൽ ഈ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ, അതുപോലെ തന്നെ സോഷ്യൽ എറ്റിക്കറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം നമ്മൾ എന്താ പറയുക, പ്രായോഗികമാക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഉണ്ടല്ലോ ആളുകൾക്ക് നമ്മളോടൊരു പുച്ഛം തോന്നും. അയ്യേ അവരൊന്നും വിളിക്കേണ്ട, അവരൊരു ശരിയല്ല കേട്ടോ, അവരിങ്ങനെ ഒന്നും ഇറക്കൂല, കയ്യിൽ നിന്ന് അവരുടെ പേഴ്സിൽ നിന്ന് ഇറങ്ങൂല, മറ്റുള്ളവരുടെ പണപ്പെട്ടി തുറപ്പിക്കും, അങ്ങനെയൊക്കെ പലതും കേൾക്കേണ്ടി വരും. ഇതൊക്കെ കേൾക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് ചില സമയത്ത് നമുക്ക് വലിയ എക്സ്പെൻസീവ് ലഞ്ചിന് പോകാൻ പറ്റില്ല എന്നാണെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയാം. അല്ലെങ്കിൽ ദിസ് ഇസ് മൈ ബഡ്ജറ്റ്, അതുകൊണ്ട് നമുക്ക് കുറച്ച് കുറഞ്ഞ സ്ഥലത്ത് പോയാലോ, ദിസ് ഇസ് മന്ത് എൻഡ് ആയില്ലേ, അങ്ങനെയൊക്കെ പറയാം. തുറന്ന് സംസാരിക്കണം. ഫിനാൻസ് ആൾക്കാർക്ക് എപ്പോഴും ഒരു ടബു ആണ്. അതിനെ പറ്റിയിട്ട് പറയാനായത് എൻ്റെ കയ്യിൽ ഇല്ല എന്ന് പറയാൻ ഭയങ്കര മടിയാണ് അല്ലേ. അങ്ങനെ മടിക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ കയ്യിലുള്ള പണം അനുസരിച്ച് തന്നെ ആണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പറയുമ്പോൾ ആളുകൾക്ക് നമ്മളോട് ബഹുമാനം കൂടിയേ ഉള്ളൂ. ദേ വിൽ തിങ്ക് ഓ ഹി ഈസ് എ ജെന്റിൽ മാൻ ഓർ ഷീ ഈസ് എ ജെന്റിൽ വുമൺ. അങ്ങനെ കേട്ടോ. അതേപോലെ നിങ്ങളുടെ കൊളീഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പം വളരെ ഫ്രണ്ട്ലി ആയിരിക്കും, എടാ പോടാ നീ ബന്ധമൊക്കെ ഉണ്ടാവും ഗേൾസിനോടും ബോയ്സിനോടും ഒക്കെ. പക്ഷേ അവർ നിങ്ങളെ കാണുന്നത് ആ ഒരു ജസ്റ്റ് ഫ്രണ്ട്സ് അങ്ങനെയുള്ള ഒരു ഇതാണെങ്കിൽ, അതായത് കട്ട ദോസ്ത് ഞാൻ ഇരക്ക് ഉണക്ക് എന്ന് പറയില്ലേ ചില ആൾക്കാർ തമിഴിലൊക്കെ, അത് വന്നിട്ട് നമ്മൾ അതേ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തോളണം. ആവശ്യമില്ലാണ്ട് ഒരു 9:30-10 മണി കട്ട് ഓഫ് ടൈം, അതിനുശേഷം നിങ്ങൾ ഈ പറഞ്ഞ ആളുകളുടെ കൂടെ ആരുടെയും കൂടെ പുറത്തു പോകണമെന്നില്ല. അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം പോയാൽ മതി. അതേപോലെ തന്നെ 9:30-10 മണിക്കുള്ളിൽ നിങ്ങൾ പറഞ്ഞിരിക്കണം, ഡേ ആരും എന്നെ ഫോൺ ചെയ്യാനൊന്നും പാടില്ല, മെസ്സേജസ് ഒന്നും അയക്കരുത്, നമുക്ക് ഉറങ്ങാനുള്ള സമയമാണ്. ഒരു ഡിസിപ്ലിൻ. നിങ്ങളുടെ ആ ഒരു ഗ്രൂപ്പിൽ ഒരു 4 പേരുണ്ടെങ്കിൽ 2 പെൺകുട്ടികളോ 2 ആൺകുട്ടികളോ 3 ആൺകുട്ടികളോ 1 പെണ്ണോ അങ്ങനെ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, കഴിയുന്നതും ഈ 3 ആൺകുട്ടികൾ 1 പെണ്ണെന്നുള്ള പ്രൊപ്പോർഷനിൽ പെടാതിരിക്കാനും ശ്രമിക്കണം. അതിനൊക്കെ കാരണങ്ങളുണ്ട്. അതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളിപ്പോൾ അക്സെപ്റ്റ് ചെയ്തെന്ന് വരില്ല. കാരണം എന്താണെന്ന് പറയാമോ, ഇറ്റ്സ് ഓൾവേസ് നൈസ് ടു ഹാവ് എ ബാലൻസ്ഡ് വേ. അവിടെ ഒരു ബാലൻസ് ഇംബാലൻസ് ഇല്ലേ,
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു പെൺകുട്ടിക്ക് ഈ മെക്രാണി എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് ബിടെക്കിനൊക്കെ ഉണ്ട് അത്ര, ഒരു പെണ്ണൊക്കെ ഉണ്ടാവുള്ളൂ ആ മെക്കാനിക്കലിൽ. എൻ്റെ സിനി ചേച്ചി പറയാറുണ്ട്. അപ്പോൾ പറയും അവിടെ അവരെല്ലാവരും പൊക്കി കൊണ്ടെടുക്കും, ഓ ഞങ്ങളുടെ മെക്രാണിയാണെന്ന് പറയുന്നത്, എന്നാൽ ഒന്നോ രണ്ടോ പെണ്ണുങ്ങളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊരു അട്രാക്ഷന് വേണ്ടിയിട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. ഇതല്ല ഞാൻ പറയുന്നത്. അങ്ങനെ നമ്മൾ സെൻറ്റർ ഓഫ് അട്രാക്ഷനായിട്ട് നിൽക്കണ്ട. ഈ അപ്പോൾ ഒരു ചേച്ചി ഇത് ഏത് ലോകത്തു നിന്നിരുന്നാൽ സംസാരിക്കണം? ഒരു ലോകത്തുമല്ല. എപ്പോഴും യു ഷുഡ് ഹാവ് എ ബാലൻസ്ഡ് വേ ഓഫ് ഫ്രണ്ട്ഷിപ്സ്, അല്ലേ? ഫ്രണ്ട്ഷിപ്പ് അതായിരിക്കും നല്ലത് നമ്മുടെ ഫ്യൂച്ചറിനും നമ്മളുടെ എന്താ പറയുക കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിനും അതായിരിക്കും നല്ലത്. എപ്പോഴും നമ്മൾ ഗേൾസ് സ്കൂളിൽ തന്നെ പഠിച്ചാലും നമുക്ക് മനസ്സിലാവില്ല എന്ന് പറയില്ലേ ബോയ്സിന്, അതേപോലെ തന്നെ കുറച്ച് മിക്സഡ് ആയിട്ട് നമ്മൾ നടന്നാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനും ഒരു അതിർവരമ്പ് വേണം. എപ്പോഴും എല്ലാത്തിനും ഒരു അതിർവരമ്പുകൾ ഇടുന്നത് നന്നായിരിക്കും കേട്ടോ. ഇന്നലെ ഞാൻ ഈ ഫിനാൻസ് നമ്മൾ ഇപ്പം ഹസ്ബൻഡ്സിന് ഹെൽപ്പ് ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ചേച്ചി ഞങ്ങൾ പഠിത്തമില്ലാത്തവർ എന്ത് ചെയ്യും, 10ാം ക്ലാസ് വരെ പഠിക്കാൻ പറ്റുള്ളൂ, 18 വയസ്സാണതിന് മുമ്പ് കല്യാണം കഴിപ്പിച്ചിട്ടു, ഇന്ന് അങ്ങനെയൊക്കെ ഉണ്ടോ? ഉണ്ടായിരിക്കാം. ഉണ്ടെങ്കിൽ ചെറിയ സംരംഭങ്ങൾ, അച്ചാറുണ്ടാക്കുന്ന പണി ചെയ്യുക, അല്ലെങ്കിൽ അതുപോലെയുള്ള കമ്പനീസിൽ ജോലിക്ക് പോവുക, നമ്മളുടേതായ രീതിയിലുള്ള ജോലികൾ മേടിക്കുക എന്നാണ് ഞാൻ പറഞ്ഞത്. കുഞ്ഞിനെ വിട്ടിട്ട് പോകാൻ പറ്റില്ലെങ്കിൽ കൈത്തൊഴിലുകൾ, ടൈലറിങ്, ഇതൊക്കെ ചെയ്യുക. ഇതെല്ലാം നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കി തരും. നമ്മുടെ പണം നമ്മളുടെ കയ്യിൽ വരുമ്പോൾ അതിൽ നിന്നെടുത്ത് സേവ് ചെയ്യണം എന്നും നമുക്ക് ആഗ്രഹങ്ങൾ വരും, ഇല്ലേ? നമുക്ക് വേണ്ടുന്ന ഒരു നല്ല ഡ്രസ്സ് തയ്ച്ചിടുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ? അതിന് വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ ചെയ്തു നോക്കൂ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, രുക്മിണി വന്നിട്ട് എല്ലാം ഇങ്ങനെ കൈത്തുന്നലൊക്കെ ചെയ്ത് നല്ല ചിത്രപ്പണികളൊക്കെ ചെയ്യുന്ന പാർട്ടിയാണ്, ആളാണ്. സോ വീടൊക്കെ അലങ്കരിച്ച് വെച്ചേക്കണ കാണാം. വളരെ മിതമായ രീതിയിൽ നല്ല രീതിയിൽ തയ്ച്ചിട്ടേക്കുന്ന, ക്രോഷ്യ വർക്കൊക്കെ ചെയ്തിട്ടേക്കുന്ന കുഷ്യൻസും സ്വന്തം കൈ. അപ്പോൾ അത് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ആ പൈസ നമ്മൾ ലാഭിക്കുകയല്ലേ? അതും നമ്മുടെ വീട്ടിലേക്കുള്ളൊരു മുതൽക്കൂട്ടല്ലേ? ഒന്നും ചെയ്യാതിരിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോ. എന്തെങ്കിലും നമ്മുടെ കൈകൾ എപ്പോഴും എന്താ പറയണേ, ചലിപ്പിച്ചുകൊണ്ടിരിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. എഴുതാം. ഇപ്പോൾ എഴുതുന്നതൊക്കെ നല്ല ഇതല്ലേ? ബുക്സൊക്കെ ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നത് കണ്ടില്ലേ? ആര് വേണമെങ്കിലും ബുക്ക് പ്രസിദ്ധീകരിക്കാനത്. ഞാനൊരു നോവലിൻ്റെ പണിപ്പുരയിലും കൂടിയാണ് കേട്ടോ. ഞാൻ ഇവിടെ പറഞ്ഞാലേ ഞാനത് എഴുതി തീർക്കുകയുള്ളൂ. അതങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്, ലാസ്റ്റ് പോർഷനിൽ നിൽക്കുകയാണ്, ചെറിയൊരു നോവലറ്റ് പോലെ. എനിക്കത് പബ്ലിഷ് ചെയ്യണമെന്നുണ്ട് 2025 ആദ്യമൊക്കെ ആകുമ്പോഴേക്കും. സോ അതുകൊണ്ടാണ് ഞാനിത് ഇവിടെ പറയണത്. ഞാൻ ഇത് പറഞ്ഞാലെങ്കിലും ആരെങ്കിലും ചോദിക്കില്ലേ, ചേച്ചി അന്നൊരു കഥ ഒരു ഇത് പറയുന്നുണ്ടായിരുന്നല്ലോ, എഴുതുന്നുണ്ടായിരുന്നത്, അതെന്തായിരുന്നെങ്കിലും ചോദിക്കുമല്ലോ. അപ്പം നിങ്ങളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരു 1000 പേരെങ്കിലും വായിക്കുമെന്ന് എനിക്ക് ഉറപ്പായി എൻ്റെ നോവല് കേട്ടോ. ഇംഗ്ലീഷിലാണ് ഞാൻ എഴുതുന്നത്, സിമ്പിൾ ഇംഗ്ലീഷ്. ഓക്കെ. സോ അത് ആദ്യം തന്നെ ഞാൻ തന്നെയായിരിക്കും ഇവിടെ തന്നെ അങ്ങ് പ്രസിദ്ധീകരിക്കും. വലിയ പബ്ലിഷറൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആദ്യത്തെ നോവലല്ലേ, ഡെബ്യൂ അല്ലേ എൻ്റെ. ആദ്യത്തെ ഡെബ്യൂ സിനിമകൾ ഹിറ്റായ പോലെ ചിലപ്പോൾ ഹിറ്റാവാൻ ആൾക്കാർക്ക് ഹിറ്റായിട്ട് ലോട്ടറി അടിക്കുന്ന പോലെയാണ് കേട്ടോ ഇതൊക്കെ. പറയാൻ പറ്റില്ല. നാളെ നിങ്ങൾ പറയും, ഓ ഈ ചേച്ചിയുടെ ടോക്സ് ഞങ്ങളാണ് കേട്ടോണ്ടിരുന്നുള്ളൂ, ഇപ്പോഴാണ് ചേച്ചി ഭയങ്കര ഓഥറൊക്കെ ആയെന്ന് പറയും. സോ ഈ ഫിനാൻഷ്യൽ എറ്റിക്കറ്റിൻ്റെ കൂടെ ഈ സോഷ്യൽ എറ്റിക്കറ്റും കൂടെ ഒന്ന് മനസ്സിലേക്ക് ഇറക്കി വയ്ക്കുക. ഓക്കെ. ഈ എന്താ പറയുക, പേ ചെയ്യാറാകുമ്പോൾ കൈ കഴുകാൻ പോയിട്ട് പിന്നെ കുറേ നേരം അവിടെ തങ്ങി നിന്ന് പിന്നെ വരാതെ അല്ലേ, അങ്ങനെയൊന്നും ചെയ്യരുത്. ഈക്വൽ ഷെയർ ആയിരിക്കണം. നമ്മൾ സിറുഡാക്കർ ജിയോ അതായിരിക്കണം മന്ത്രം എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതായിരിക്കണം എപ്പോഴും. ആരുടെ കയ്യിൽ നിന്നും ഒരു ചായ പോലും മേടിച്ച് കുടിക്കണം. ചായ പിന്നെ പോട്ടേന്ന് വയ്ക്കുക. അങ്ങനെ മേടിച്ച് കുടിച്ചാൽ നിങ്ങൾ അടുത്ത ദിവസം നിങ്ങൾ ഓഫർ ചെയ്യണം, ഞാൻ ഇന്ന് പേ ചെയ്യാം എന്ന് പറയണം. Okay, because you are spending your time, so the money which is exchanged for your time is yours. അല്ലേ? അങ്ങനെ വെക്കുമ്പോഴല്ലേ നമുക്ക് നാളത്തേക്ക് ഒരു നല്ല നല്ല നന്മകളോടെ ഉള്ള ഒരു എന്താ പറയുക ഫ്യൂച്ചർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ. എന്നെ കേൾക്കുന്നവർക്ക് നന്ദി, താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, എൻ്റെ ചാനൽ വളർത്തി തരണം. താങ്ക് യു. സോ സീ യു ടുമോറോ അഗെയിൻ.